പാരീസ് ഒളിമ്പിക്സ് ബോക്സിംഗിൽ വെൽറ്റർ വെയ്റ്റ് വിഭാഗത്തിന്റെ പ്രീ ക്വാർട്ടറിൽ അൾജീരിയയുടെ ഇമാനെ ഖലീഫിനെതിരായ മത്സരത്തിൽ നിന്ന് ഇറ്റലിയുടെ ഏഞ്ചല കാരിനി പിന്മാറിയത് വലിയ വിവാദങ്ങളിലേക്കാണ് വഴിവെച്ചിരിക്കുന്നത്. വെറും 46 സെക്കൻഡ് മാത്രം പോരാടിയ ശേഷമായിരുന്നു മത്സരത്തിൽ നിന്ന് ഇറ്റാലിയൻ താരം ആഞ്ചലീന കരീനി പിന്മാറിയത്. എതിരാളിയായ അൾജീരിയയുടെ ഇമാനെ ഖലീഫിൽ നിന്ന് മൂക്കിനേറ്റ ശക്തമായ ഇടിയെ തുടർന്നായിരുന്നു ഏഞ്ചല കാരിനി മത്സരത്തിൽ നിന്ന് പിന്മാറിയത്. ഇടിയെ തുടർന്ന് കരീനിയുടെ മൂക്കിൽ നിന്ന് രക്തം വരികയും ചെയ്തിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു കരീനി മത്സരം ഉപേക്ഷിച്ചു മടങ്ങിപ്പോയത്. മൂക്കിന് ഇടിയേറ്റതിനെ തുടർന്ന് കരീനി പരിശീലകനുമായി 30 സെക്കൻഡോളം ചർച്ച നടത്തുകയും തുടർന്ന് റിങ്ങിലെത്തി മത്സരം തുടരാൻ വിസമ്മതിക്കുകയുമായിരുന്നു. സംഭവത്തിന് പിന്നാലെ കരീനി വാർത്താ സമ്മേളനം വിളിച്ചു വരുത്തി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. മത്സരം തുടരാനാവാത്തതിനാലാണ് ഉപേക്ഷിച്ചു പോയതെന്നാണ് അവർ വിശദീകരിച്ചത്. ഞാൻ എപ്പോഴും എൻ്റെ രാജ്യത്തെ വിശ്വസിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. ഇത്തവണ ജയിക്കാൻ കഴിഞ്ഞില്ല, കാരണം എനിക്ക് പോരാടാനാവുമായിരുന്നില്ല. രണ്ടാമത്തെ ഇടി ലഭിച്ചതിനെ തുടർന്ന് ഞാൻ മത്സരം അവസാനിപ്പിക്കുകയായിരുന്നു. മൂക്കിൽ കഠിനമായ വേദന അനുഭവപ്പെട്ടു. രക്തമൊഴുകിത്തുടങ്ങിയ എൻ്റെ മൂക്ക് നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഈ രാത്രി ഞാൻ തോറ്റതല്ല, പക്വതയോടെ കീഴടങ്ങിയതാണ്. ഞാനൊരു പക്വതയുള്ള സ്ത്രീയാണ്. റിങ്ങാണ് എൻ്റെ ജീവൻ. എനിക്ക് ശരിയല്ല എന്ന് തോന്നിയാൽ അതൊരു കീഴടങ്ങലല്ല, പക്വതയോടെയുള്ള അവസാനിപ്പിക്കലാണെന്നാണ് ആഞ്ചലീന കരീനി വ്യക്തമാക്കിയത്. 2013 കരീനി തൻ്റെ ബോക്സിംഗ് കരിയർ ആരംഭിച്ചത്. റിങ്ങിൽ വർഷങ്ങളുടെ പരിചയമുള്ള എനിക്ക് നേരിട്ടതിൽ വെച്ച് ഏറ്റവും വലിയ പഞ്ചാണ് ഖലീഫിൽ നിന്ന് കിട്ടിയതെന്നാണ് കരീനി വിതുമ്പിക്കൊണ്ട് പറഞ്ഞത്. ഇടിയേറ്റ ശേഷം തൻ്റെ ഹെൽമറ്റ് ഊരി എറിഞ്ഞുകൊണ്ട് ഇത് അന്യായമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കരീനി മത്സരത്തിൽ നിന്നും പിന്മാറിയത്. ഇമാനയ്ക്ക് ഹസ്തദാനം നൽകാനും താരം വിസമ്മതിച്ചു. ശരിക്കും കരീനിയുടെ മൂക്കിടിച്ച് തകർത്ത അൾജീരിയയുടെ ഇമാനെ ഖലീഫാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോകമെങ്ങും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ബോക്സിംഗ് റിങ്ങിലെ അന്യായം, പുരുഷൻ സ്ത്രീയെ തോൽപ്പിച്ചു, ഇത്തരത്തിലാണ് എങ്ങും മത്സരത്തിന് ശേഷം വാർത്തകൾ പരന്നത്. ആരാണ് ഇമാനെ ഖലീഫ്? അവർ ആണാണോ അതോ പെണ്ണാണോ? അർഹതപ്പെട്ട വിജയമായിരുന്നോ അവർ ഇന്നലെ സ്വന്തമാക്കിയത്? ഒരു ഫുട്ബോൾ താരമാകണമെന്നായിരുന്നു കുട്ടിക്കാലത്ത് ഇമാനെ ഖലീഫിന്റെ ആഗ്രഹം. അവിടെ നിന്നാണ് പിന്നീട് ബോക്സിംഗിലേക്ക് തിരിഞ്ഞത്. എന്നാൽ അവരുടെ പിതാവ് ഇത് അംഗീകരിച്ചിരുന്നില്ല. പെൺകുട്ടികൾ ബോക്സിംഗിൽ പങ്കെടുക്കുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്നായിരുന്നു പിതാവിന്റെ വാദം. പക്ഷേ ഇമാനെ തന്റെ പാഷനുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. വരും തലമുറയ്ക്ക് പ്രചോദനമേകുക എന്നതാണ് ഇമാനെ തന്റെ ബോക്സിംഗ് കരിയർ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷന്റെ 2022 നടന്ന ഗ്ലോബൽ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ താരമാണ് ഇമാനെ ഖലീഫ്. എന്നാൽ അതേ ഗവേണിംഗ് ബോർഡ് തന്നെ ഡൽഹിയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ മത്സരത്തിന് തൊട്ടു മുമ്പ് ഇമാനെ അയോഗ്യയാക്കുകയായിരുന്നു. ലിംഗപരിശോധനയിൽ പരാജയപ്പെട്ടതായിരുന്നു കാരണം. ഇമാനൊപ്പം മറ്റൊരു പെൺ ബോക്സറായ തായ്വാനിലെ ലിൻ യു ടിങ്ങിനെയും അയോഗ്യയാക്കിയിരുന്നു. ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് ഉമർ ക്രൈംലെ പറയുന്നതനുസരിച്ച് DNA പരിശോധനയിൽ അവർക്ക് XY ക്രോമോസോമുകൾ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടുവെന്നും അതിനാലാണ് ഇവരെ ഒഴിവാക്കിയതെന്നുമായിരുന്നു. കൂടാതെ അവർക്ക് ടെസ്റ്റോസ്റ്റിറോണിന്റെ ഉയർന്ന അളവുമുണ്ടായിരുന്നു. ഇതിനർത്ഥം അവർ ജീവശാസ്ത്രപരമായ പുരുഷന്മാരാണെന്നും പ്രായപൂർത്തിയായത് പുരുഷന്മാരായിട്ടാണെന്നും പരിശോധനകൾ കാണിക്കുന്നു എന്നുമായിരുന്നു. കരിയറിൽ ഇതുവരെ 51 മത്സരങ്ങളിലാണ് ഇമാനെ പങ്കെടുത്തിട്ടുള്ളത്. അതിൽ 41 വിജയിച്ചപ്പോൾ 4 തവണ അയോഗ്യയാക്കപ്പെട്ടു. നോക്കൌട്ട് മത്സരങ്ങളിൽ 6 തവണ വിജയിച്ചപ്പോൾ പരാജയപ്പെട്ടത് 9 തവണ. കരിയറിന്റെ തുടക്കകാലത്ത് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ താരമാണ് ഇമാനെ ഖലീഫ്. ഇപ്പോൾ ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ അയോഗ്യയാക്കിയെങ്കിലും ഖലീഫിന് ബോക്സിംഗിൽ പങ്കെടുക്കാൻ കഴിയുന്നതിന്റെ കാരണം മറ്റൊന്നാണ്. മോശം ഭരണവും ഒപ്പം സാമ്പത്തിക അഴിമതികളുമായും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം പാരീസിൽ ഒളിമ്പിക് ബോക്സിംഗ് ടൂർണമെന്റ് നടത്തുന്നതിൽ നിന്ന് IBA വിലക്കിയിരിക്കുകയാണ്. അതിനാൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ബോക്സിംഗ് യൂണിറ്റാണ് പാരീസ് ഒളിമ്പിക്സിൽ ബോക്സിംഗ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ലിംഗ പ്രശ്നങ്ങളിൽ IBAയേക്കാൾ കൂടുതൽ അയഞ്ഞ നിയമങ്ങളാണ് ഈ കമ്മിറ്റിക്കുള്ളത്. ലിംഗപരിശോധനയിൽ പരാജയപ്പെട്ടതിന് IBA അയോഗ്യരാക്കിയിട്ടും പാരീസിൽ മത്സരിക്കാൻ ഖലീഫിനെയും ലിൻ യു ടിങ്ങിനെയും അനുവദിച്ചതിന് IOCക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. അതേസമയം IOC വക്താവ് മാർക്ക് ആഡംസ് പറയുന്നത് വനിതാ വിഭാഗത്തിൽ മത്സരിക്കുന്ന എല്ലാവരും മത്സര യോഗ്യത നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്നാണ്. മാത്രമല്ല ഇവരുടെ പാസ്പോർട്ടിൽ സ്ത്രീകളാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ചില വിദേശ മാധ്യമങ്ങളിൽ നിന്നുള്ള അടിസ്ഥാനരഹിതമായ പ്രചാരണത്തിലൂടെ ഞങ്ങളുടെ ബഹുമാന്യ കായിക താരം ഇമാനെ ഖലീഫിനെ ലക്ഷ്യമിടുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നത് അനീതിയാണെന്നാണ് അൾജീരിയൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസ്താവന. അതായത് ഇന്നലെ മത്സരിച്ച 2 പേരും സ്ത്രീകൾ തന്നെയാണ്. ഒളിമ്പിക് കമ്മിറ്റിയുടെയും അന്താരാഷ്ട്ര ബോക്സിംഗ് കമ്മിറ്റിയുടെയും യോഗ്യതാ പരിശോധന വ്യത്യസ്തമായതിനാലാണ് ഇമാനെ ഖലീഫ് അയോഗ്യയായതും ഇപ്പോൾ മത്സരിക്കാൻ സാധിക്കുന്നതും. ഇമാനയുടെ കുട്ടിക്കാലത്തെ ചിത്രങ്ങളിലും അവർ പെണ്ണായി തന്നെയാണ് ജീവിച്ചതെന്നും ഇമാനയെ അനുകൂലിക്കുന്നവർ പറയുന്നു.